രാവിലെ തന്നെ ഇവന് കയറ്റിൻ ചോട്ടി തുറന്ന് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? ഇന്നാണ് ഗൈസ് ആ ദിവസം, അവൻ്റെ ലൈസൻസ് എടുക്കുന്ന ദിവസം. ആ മുഖം മറിച്ച് പോയതുകൊണ്ടല്ലോ പിടിച്ചിടിക്കണം. അതുപോലെ തന്നെ പേപ്പേഴ്സ് എല്ലാം എൻ്റെ വീട്ടിൽ മറന്നു വെച്ചിട്ടാണ് വന്നവൻ. ഫോർഗോട്ടായ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ പോയപ്പോഴേക്കും പോസ്റ്റായ അവിടെ നിന്ന് എനിക്ക് കമ്പനിയുടെ വിനീസ് പറഞ്ഞെത്തി ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു ചായ കുടിക്കാൻ പോകണം. നേരെ വിട്ട് ഗൈസ് ചിതറയിലേക്ക്. ഇതാണ് നമ്മ പറഞ്ഞ ചായക്കട. അല്ല, ആരൊക്കെ കിടക്കുന്നത്? നോ കോംപ്രമൈസ് ഗൈസ്. രാവിലെ തന്നെ അടിപൊളി നോൺ വെജ് ആയിട്ടാണ് പിടിച്ചത്. ചായ, മഴ, ഫുൾ വൈബ് ഗൈസ്. അപ്പോഴേക്കും നായകനെത്തി ഗൈസ്. അവൻ്റെ കൂടെ പോണ വഴിക്ക് പത്മിനി കണ്ട് ഗൈസ്. ഞാൻ ആലോചിച്ചത് ഇവൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നിർത്താൽ പോരെ, ഈ മഴ മൊത്തം നനയിപ്പിക്കണം. ഡോക്യുമെന്റ്സ് ഒന്നും നനയായിരിക്കാൻ നമ്മളത് പെട്ടിയിലായി ഗൈസ്. ഇവൻ്റെ ചെവിയിൽ പൂവല്ല വെക്കേണ്ട, അല്ല ചെമ്പരത്തി പൂവാണ് വെക്കേണ്ടത്. ആരും പേടിക്കണ്ട, ഇത് അധിക ദൂരമൊന്നും പോകത്തില്ല ഗൈസ്. അപ്പുറത്തെ ടെൻഷനിൽ പിന്നും എന്നെ ചവിട്ടി ഇറങ്ങി ഇപ്പം തോരുമെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് 1/2 മണിക്കൂർ കൂടുതലായി. ലൈസൻസിൻ്റെ ആശാൻ വിളിച്ചിട്ട് അവസാനം പറഞ്ഞ് നീ വേണമെങ്കിൽ വന്ന് എടുത്തിട്ട് പോടേന്ന്. അങ്ങനെ തണുത്ത് പറിച്ച് ലൈസൻസ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തി ഗൈസ്. രാവിലെ ആയിക്കൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത സീനറി ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് അത് ആസ്വദിച്ചപ്പോഴേക്കും അവൻ കയറി പോയേ. ഫുള്ള് നനഞ്ഞുകൊണ്ട് തന്നെ മാസ് ലുക്കിൽ മുടി അങ്ങോട്ടും വെക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് എട്ടെടുപ്പൊക്കെ കണ്ട് നിൽക്കാം ഗൈസ്. ചെറുക്കനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണം, നമുക്ക് ടോസ് ഇട്ട് പോകാമെന്ന്. അവൻ്റെ ടെൻഷൻ കണ്ട് അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എങ്ങനെ റിസൾട്ട് അറിയണ്ടേ? റിസൾട്ട് സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. പാസ്സാവോ ഫെയിൽ ആവുമെന്ന്.